ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്, നക്ഷത്രപ്പുളി എന്ന് പറയും കേട്ടോ. ഇത് കുറേ കാലമായി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി മിനി എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് ഇത് സ്റ്റാർ ഫ്രൂട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഇത് പഴമായി കഴിയുമ്പോഴും കഴിക്കാൻ നല്ലതാണ്. ഈ ഒരു പരുവത്തിൽ കഴിക്കാൻ, വെറുതെ കഴിക്കാൻ നല്ലതാണ്. പച്ചയ്ക്ക് നമുക്ക് അച്ചാറിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കവറിലാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കട്ട് ചെയ്യുകയാണ്. പറയും പോലെ തന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ കണക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ നല്ല രസമാണ്. ഇത് കട്ട് ചെയ്തെത്തിയും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ സ്റ്റാറിൻ്റെ അതേ രീതിയിലാണല്ലോ. അപ്പോൾ അത്രയും ഇഷ്ടമായിട്ട് പിള്ളേരെടുത്തങ്ങനെ അതുപോലെ തന്നെ കഴിച്ച് കുറേ കഴിച്ചു കേട്ടോ. ഞാനും കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഓവർ പുളിയോ മധുരമോ അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് കിട്ടുന്നവരൊക്കെയൊന്ന് ഇതുപോലെ പറിച്ച് കഴിച്ച് നോക്കണം. ഈ രാവിലെ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. രാവിലെ ഒന്ന് പഴങ്കഞ്ഞി കുടിക്കത്തില്ലേ, പഴങ്കഞ്ഞി അതിൽ ചെറിയുള്ളിയും തൈരും കാന്താരിമുളകും ഒക്കെ ഉടച്ച് അതുപോലെ തന്നെ ഇങ്ങനെ ഈ സ്റ്റാർ ഫ്രൂട്ടും വെച്ചിട്ട് നല്ല അടിപൊളി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. പിന്നെ നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അവരിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ കിട്ടുന്നവരൊക്കെ ഒന്ന് അച്ചാറിട്ടോ ഉപ്പിലിട്ടോ ഉണക്കിയോ അല്ലാതെയോ ഒക്കെ ഒന്ന് കഴിക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.